വളരെ ദുഃഖകരമായ ഒരു വാർത്ത കൂടി ഈ ഒരു അവസരത്തിൽ പങ്കുവയ്ക്കേണ്ടതുണ്ട്. കണ്ണൂർ കേളകത്ത് അപകടത്തിൽ 2 നാടക കലാകാരികൾ മരിച്ചു. അപകടം നാടക വണ്ടി കൊക്കയിലേക്ക് മറിഞ്ഞ് മുതുകുളം സ്വദേശി അഞ്ജലി, കരുനാഗപ്പള്ളി സ്വദേശി ജെസി മോഹൻ എന്നിവരാണ് മരിച്ചത്. നാടകം കഴിഞ്ഞ് ബത്തേരിയിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേർന്നുണ്ട്. മിഥുൻ, എപ്പോഴായിരുന്നു സംഭവം നടന്നത്? സംഭവത്തിൽ പരിക്കേറ്റ ആളുകൾ ആശുപത്രികളിൽ ഇപ്പോഴും ചികിത്സയിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവരെല്ലാം അപകടനില തരണം ചെയ്തോ എന്ന ഒരു വിവരമാണ് നമുക്ക് ഈ മണിക്കൂറിൽ അറിയേണ്ടത്. കാരണം പുലർച്ചെ തന്നെ ഒരു സങ്കട വാർത്തയാണ് നമ്മെ തേടി എത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഉത്സവകാലമാണ്. ഈ ഉത്സവകാലങ്ങളിലെല്ലാം അവർ ഒരു സ്റ്റേജിൽ നിന്നും അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ്. വൃശ്ചികം തുടങ്ങുന്നു. നാളെ വൃശ്ചിക മാസം ആരംഭിച്ചു കഴിഞ്ഞാൽ മകരവിളക്ക് വരെ തിരക്കുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീടും ഉത്സവകാലമാണ് നീണ്ടു നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം വരെ ഈ ഉത്സവകാലത്താണ് ഏറ്റവും കൂടുതൽ കലാപരിപാടികൾ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഉറക്കമിളച്ചാണ് വാഹനം ഓടിക്കുകയും അഭിനയിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ്. കലാകാരന്മാരുണ്ട്, അതുപോലെ തന്നെ ഡ്രൈവർമാരുണ്ട്, വാഹനം സാങ്കേതിക സഹായം നൽകുന്നവർ, ഇവരൊക്കെ ഈ രാത്രിയിലാണ് യാത്ര. അങ്ങനെ പോകുമ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഈ ആലപ്പുഴ ജില്ലയിലെ 2 കലാകാരികൾ, നാടക നടികൾ അപകടത്തിൽ കണ്ണൂരിൽ മരിച്ചു എന്നുള്ള സങ്കടകരമായ വാർത്ത. പുലർച്ചെയാണ് അപകടം നടന്നത്. മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, എപ്പോഴായിരുന്നു സംഭവം നടന്നത്? ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ നില എന്താണ്? ദേവിക, ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. കണ്ണൂർ കേളകത്താണ് നാടക വണ്ടി മറിഞ്ഞ് 2 പേർ മരിച്ചത്. കായംകുളം മുതുകുളം സ്വദേശിയായ അഞ്ജലി, കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശിനിയായ ജെസി മോഹൻ എന്നിവരാണ് മരിച്ചത്. കണ്ണൂർ കടന്നപ്പള്ളിയിൽ നാടകം കഴിഞ്ഞ് ബത്തേരിയിലേക്ക് പോകുന്നതിനിടെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. കേളകത്തെ മലയമ്പടി വളവിൽ വെച്ച് നാടക സംഘം സഞ്ചരിച്ച വണ്ടി കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. ഈ മരിച്ച 2 പേരും നാടക നടിമാരായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വാഹനത്തിലുണ്ടായിരുന്ന 14 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻ എന്ന നാടക സംഘത്തിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ ആളുകളെയൊക്കെ തന്നെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ വാഹന ഡ്രൈവറുടെ നില ഗുരുതരമാണ് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. ദേവിക, മിഥുൻ, ഈ ചികിത്സയിലുള്ളവരുടെ ആരുടെയെങ്കിലും ഗുരുതരമായ നില തുടരുകയാണോ, അല്ലെങ്കിൽ അവരുടെ എല്ലാം ആരോഗ്യസ്ഥിതി ഇപ്പോഴെങ്ങനെയാണ്? 9 പേരെയാണ് പരിക്കുകളോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ ഒരാളുടെ നിലയാണ് ഗുരുതരമായി ഉള്ളതായി പറയുന്നത്. കായംകുളം സ്വദേശി ഉമേഷിന്റെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായി തുടരുന്നത്. ബാക്കി ഉള്ള ആളുകളുടെ, പരിക്കേറ്റ ആളുകളുടെ ഒന്നും പരിക്ക് ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വളരെ പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് ആളുകൾ എത്തിപ്പെടാനും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം നടത്താനും ഒക്കെ കാലതാമസം വന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവരെ ആശുപത്രിയിൽ എത്തിക്കാനും വൈകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതാണ് ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും 2 പേരാണ് അപകടത്തിൽ മരിച്ചത്. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയും ചെയ്യുന്നു. ദേവിക, അത് ഇവർ ഏതെങ്കിലും ഒരു പരിപാടി കഴിഞ്ഞ് തിരികെ അവർ ആലപ്പുഴയിലേക്ക് മടങ്ങും വഴിയാണോ, അതോ മറ്റൊരു സ്റ്റേജിലേക്ക് പോവുകയായിരുന്നോ? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ മിഥുൻ പിള്ള? ഇന്നലെ രാത്രി കടന്നപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഇവരുടെ നാടകം ഉണ്ടായിരുന്നു. ആ നാടകം കഴിഞ്ഞ് ബത്തേരിയിലേക്ക്, അതായത് വയനാട് സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുന്ന വഴിയാണ് ഈ അപകടം ഉണ്ടായത്. ഒരു ചുരം വളവാണ്. ആ പ്രദേശത്തേക്ക് കയറുന്നതിനിടെ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും കൊക്കയിലേക്ക് മറിയുകയുമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് ഒരു പരിപാടി കഴിഞ്ഞ് മറ്റൊരു പരിപാടി സ്ഥലത്തേക്ക് പോകും വഴിയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. ഏതായാലും വളരെ ദൗർഭാഗ്യകരമായ, ദാരുണമായ ഒരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 2 പേരാണ് ഈ ഒരു അപകടത്തിൽ മരണമടഞ്ഞിരിക്കുന്നത്. ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു. 9 പേരെ പരിക്കുകളോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകൻ പ്രസാദ് പി എന്ന് പറയുന്ന പ്രേക്ഷകൻ പറയുന്നു, ഗൂഗിൾ മാപ്പ് നോക്കി പോയതാണ് രാത്രിയിൽ, അങ്ങനെയാണ് അപകടം നടന്നത് എന്ന് പറയുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾക്കറിയണം. കാരണം ഇതേപോലെയുള്ള പല കുഗ്രാമങ്ങളിലും ചെറിയ ചെറിയ വഴികളിലും ഒക്കെയാണ്, ആ വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചാണ് ഇവർ ക്ഷേത്ര പരിപാടികളിലും ഉത്സവ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നത്. രാത്രിയിൽ തന്നെയാണ് മടങ്ങുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു സൗകര്യമനുസരിച്ച് ഫോണിലൂടെ ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിക്കും. പക്ഷേ അങ്ങനെ പോകുമ്പോൾ ചില ഭാഗങ്ങൾ കൊക്കയുണ്ടാവും, ചില ഭാഗങ്ങൾ വെള്ളം കയറിയിട്ട് ഉണ്ടാകും, ചില വാഹനങ്ങൾ പുഴയിലേക്ക് തന്നെ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ നമ്മൾ അപകട വാർത്തയിൽ കാണുന്നതാണ്. അപ്പോൾ വളരെ ദുഃഖകരമായൊരു വാർത്ത. 2 കലാകാരികളാണ് മരിച്ചത്. അവരുടെ കുടുംബത്തിനുണ്ടായ നഷ്ടം
കലാലോകത്തിനുണ്ടായ നഷ്ടം ഒക്കെ പറഞ്ഞാൽ തീരുന്നതിനും അപ്പുറമാണ്. എന്തായാലും പരിക്കേറ്റ് ചികിത്സയിലുള്ളവർ എത്രയും പെട്ടെന്ന് അവർ സുഖപ്രദമാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള.